5 ലക്ഷം രൂപ താഴെ തുക ചെലവഴിച്ച് കലാമൂല്യമുള്ള ചിത്രം നിർമ്മിക്കാമെന്ന് തെളിയിക്കുകയാണ് കോട്ടയത്തെ 2 സുഹൃത്തുക്കൾ. മലയാളത്തിലെ അറിയപ്പെടുന്ന താരങ്ങളെ അണിനിരത്തി സതീഷ് ദിലീപ് കൂട്ടുകെട്ടിൽ നിർമ്മിച്ച എൻ്റെ അമ്മയ്ക്ക് എന്ന മലയാള ചലച്ചിത്രം തിയേറ്ററുകളിലെത്തി. മകനെ കരസേന ഉദ്യോഗസ്ഥനാക്കാൻ ശ്രമിക്കുന്ന വിധവയായ ഒരു അമ്മയുടെ കഥയാണ് ചിത്രത്തിന്റെ പ്രമേയം. സിനിമ നിർമ്മിക്കാൻ കോടികൾ ചിലവഴിച്ച് കടക്കണിയിലാവുന്ന സംഭവങ്ങൾക്കിടയിലാണ് 5 ലക്ഷത്തിൽ താഴെ രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഒരു ചിത്രം പ്രദർശനത്തിനെത്തി കൗതുകമായത്. ഞാൻ പറയാം സാർ. താങ്ക് യു സാർ. എന്താ നീ കാണിച്ചേ? അമ്മ എന്റെ ആഗ്രഹം സാധിച്ചു. എന്തായാലും മാനസ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന്റെ ശുഭലക്ഷണം ഇപ്പോഴേ കണ്ടു തുടങ്ങി. എന്താടാ പറയടാ. അമ്മേ, എന്റെ വലിയ ആഗ്രഹമായിരുന്നു റിപ്പബ്ലിക് ദിനത്തിൽ പരേഡ് നയിക്കുമെന്ന്. എന്റെ മാത്രമല്ല, ഏതൊരു പട്ടാളക്കാരന്റെ. പക്ഷെ ഞങ്ങൾ 2 പേരെ സെലക്ട് ചെയ്തു. ജന്മഭൂമിയായ ഭാരതത്തോടുള്ള ആദരവിന്റെയും സൈന്യത്തിലെ ധീരയോദ്ധാക്കളുടെ രക്തസാക്ഷിത്വത്തിനോടുമുള്ള സമർപ്പണം കൂടിയാണ് ദിലീപൻ സംവിധാനം ചെയ്ത ഈ ചിത്രം. ഒരുപാട് ആൾക്കാർ ഇന്ന് സിനിമ എടുത്ത് നശിക്കുന്നുണ്ട്. പൈസ ഇല്ല, മുടങ്ങിപ്പോകുന്നു. അപ്പോൾ തന്നെ എത്രയോ ആയിരങ്ങളോളം സിനിമകൾ പെട്ടിയിരിക്കുകയാണ്, പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അതിന് പ്രധാന കാരണം എന്ന് വെച്ചാൽ സാമ്പത്തിക പ്രശ്നങ്ങളാണ്. അതെങ്ങനെ ഉണ്ടാകുമെന്ന് വെച്ചാൽ അമിതമായ ചിലവുകൾ. ഒരു പടത്തിൻ്റെ പൂജ എന്ന് പറഞ്ഞ് വെക്കുന്നത് 10-15 ലക്ഷം രൂപ പൂജയ്ക്ക് വെക്കുന്നു. അതുപോലെ തന്നെ ഷൂട്ടിംഗ് പകുതി നിർത്തുന്നു. പ്രൊഡ്യൂസറെ വെറും ഒരു ബാർഗെയിൻ ചെയ്ത് പ്രൊഡ്യൂസറെ വല്ലാണ്ടെങ്കിൽ ബുദ്ധിമുട്ടിപ്പിച്ച്. എനിക്കറിയാം, ഞാൻ വീണ്ടും കണ്ണൂർ പടം ചെയ്തതാണ്. ഒരുപാട് സെറ്റിൽ ഞാൻ അഭിനയിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതിന് വിപരീതമായിട്ട് ഒരു നല്ല പടം ചെയ്യണം, അത് ലോ കോസ്റ്റ് ചെയ്യണം. അങ്ങനെ എൻ്റെ സുഹൃത്ത് സതീഷോട് സംസാരിച്ചു. അതിന് പ്രധാന കാരണം, ഞാൻ അമ്മ ഇവിടെ നിന്ന് പറഞ്ഞ കുട്ടികൾക്കൊന്ന് ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. ആ സ്കൂളിൽ പ്രദർശിപ്പിക്കുകയാണ്. അങ്ങനെ സ്കൂളിൽ പ്രദർശിപ്പിച്ചപ്പോൾ നല്ലൊരു റിപ്പോർട്ട് കിട്ടി. അങ്ങനെ അദ്ദേഹത്തിന് സ്കൂളിൽ പ്രദർശിപ്പിക്കാൻ ചെന്നു. അപ്പോൾ എന്നോട് ഞങ്ങൾ സംസാരിച്ചു, നമുക്കൊന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. എത്ര രൂപ ആകുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 3 ലക്ഷം മുടക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ ചെയ്തോളാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കഥ എഴുതി. ഇതിനകത്ത് മെയിൻ ആർട്ടിസ്റ്റ് പൈസ കൊടുത്തിട്ടുണ്ട്. ക്യാമറ ഹെഡപ്പിക്ക് ചെയ്ത് ക്യാമറയാണ്. അതോടൊപ്പം തന്നെ സ്റ്റുഡിയോയോ യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസ് നടത്തിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ സ്റ്റുഡിയോ ചെല്ലുമ്പോൾ അവരോട് സമയം ചോദിക്കും. അവരുടെ പീക്ക് ടൈമുണ്ട്, നമുക്കത് വേണ്ട. ഞായറാഴ്ച ഫ്രീ ആണ്. ഓക്കെ, ഞായറാഴ്ച മതി എനിക്ക്. അങ്ങനെ വെയിറ്റ് ചെയ്താണ് ഞാൻ ഈ സംഭവം വെളിയിറക്കിയേക്കുന്നത്. അതിൻ്റെ പ്രൊഡ്യൂസർ കൂടെ വന്നിട്ടുണ്ട്. ഒരിക്കലും എന്നോട് ഒരു രീതിയിൽ മറ്റു രീതിയിൽ അങ്ങോട്ട് പിണങ്ങാൻ മാനസികം ഉണ്ടായിട്ടില്ല ഈ പടത്തിന് വേണ്ടി. ഹയർ സെക്കൻഡറി അധ്യാപകൻ കൂടിയായ സതീഷാണ് കുറഞ്ഞ നിലവിൽ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സഹപാഠിയായ സംവിധായകനുമായുള്ള സൗഹൃദമാണ് നിർമ്മാതാകാവാൻ പ്രേരണയായത്. ആദ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇത്രയും ചുരുങ്ങിയ ചിലവിൽ എങ്ങനെ സിനിമ നിർമ്മിക്കാം എന്നുള്ളതിനെക്കുറിച്ച് എനിക്കും ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ സംവിധായകനായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ദിലീപിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസവും ഇച്ഛാശക്തിയും ഒന്നുകൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ ഒരു റിലീസ് ചെയ്യപ്പെടുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ ആദ്യം ചെറിയൊരു സിനിമ എടുത്ത്, അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ കാണിക്കുന്ന ഒരു സിനിമ പുറത്തിറക്കണം എന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. എങ്കിൽ കൂടി അത് ഓരോ ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അത് വളരെ വിപുലമായി മാറുകയായിരുന്നു. ഒരു ശരിക്കും പൂർണ്ണമായിട്ടുള്ള എല്ലാ അർത്ഥതലങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സിനിമയായി തന്നെ അത് പുറത്തിറങ്ങി എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. നമ്മുടെ സമകാലികമായിട്ടുള്ള മൂല്യച്യുതികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പഴയകാല ജന്മിത്തർ അവാർഡുകൾ നിലവിലുണ്ടായിരുന്ന സാമൂഹ്യമായിട്ടുള്ള അപജയങ്ങളൊക്കെ ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ചും പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, വളർന്നു വരുന്ന തലമുറയ്ക്ക് രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യാനായിട്ട് സന്നദ്ധതയുള്ളൊരു തലമുറയ്ക്ക്, സേവനം ചെയ്തവർക്ക്, ജീവൻ ബലിയർപ്പിച്ചവർക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷനാണ്. സുമേഷ് കൃഷ്ണ സംഗീതം നൽകിയ ഗാനങ്ങൾ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. നമ്മളൊരു ഫിലിമിൽ പുതുമുഖമാണ്, പക്ഷേ CD-കളിലും അതിലൊക്കെ ഭക്തിഗാനങ്ങൾ, ഡിവോഷനൊക്കെ ചെയ്ത് പോരുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഇതെൻ്റെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാര്യം ഒത്തിരി ആഗ്രഹങ്ങളുള്ള വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ സാമ്പത്തികത്തിൻ്റെ അനുസരിച്ച് അവരെല്ലാം പിന്നോക്കം നിൽക്കുന്നു. അങ്ങനെയുള്ള മേഖലകൾ പിടിച്ചു പറ്റാതെ നിൽക്കുന്നു. അതൊക്കെ ഇതിൻ്റെ അകത്തൊരു വലിയൊരു ഘടകമാണ്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ അങ്ങനെ ഒരു ചിന്താഗതിയുള്ള വ്യക്തികൾ ഒന്നിച്ചപ്പോൾ അതൊരു നല്ല സൃഷ്ടിക്ക് വഴി തെളിച്ചു എന്നുള്ളതാണ്. പരമാവധി ചിലവ് കുറച്ചെടുത്തിരിക്കുന്ന ചിത്രത്തിൽ നടി സീമാജി നായരോടൊപ്പം അഭിനയിക്കുന്നത് കണ്ടുപരിചയിച്ച താരങ്ങൾ തന്നെ. നിർമ്മാതാവിന് ബാധ്യതയാവാതെ ചലച്ചിത്രങ്ങൾ നിർമ്മിക്കാം എന്നുള്ളതിന് മാതൃകയാവുകയാണ് എൻ്റെ അമ്മയ്ക്കെന്ന ചിത്രം. എന്റെ മകൻ ധീരനാണ്. ധീരനായ പുത്രനെ പ്രസവിച്ച ഞാൻ ഭാഗ്യവതിയാണ്.
മകനെ, നീ അമ്മയെ പുണ്യം ചെയ്തവളാക്കി. മകനെ, നീയാണ് യഥാർത്ഥ ഭാരതപുത്രൻ. ഭാരതമാതാവ് വിജയിക്കട്ടെ. അമൃത ന്യൂസ്, കൊച്ചി.